ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ഗുരുവായൂർ നഗരസഭ മുൻ വൈസ് ചെയർമാൻ അഭിലാഷ് വി ചന്ദ്രൻ CPIയിൽ നിന്ന് രാജിവെച്ചു. കൊണ്ടാഴിയിൽ CPIയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പൊട്ടിത്തെറി. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുജീഷ കള്ളിയത്ത് BJPയിൽ ചേർന്നു. പാർട്ടി നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് സുജീഷ. അതിരപ്പള്ളിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞു. ഒരു കുട്ടി ഉൾപ്പെടെ 10 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. വ്രതശുദ്ധിയുടെ പുണ്യവുമായി മണ്ഡലകാലത്തിന് തുടക്കം. വൃശ്ചിക പുലരിയിൽ ദർശന പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആയിരങ്ങളെത്തി. 36ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ ചൊവ്വാഴ്ച തുടക്കമാകും. 4 നാൾ നീണ്ടു നിൽക്കുന്ന കലോത്സവം TCV സമഗ്രമായി പ്രേക്ഷകരിലെത്തിക്കും. വാർത്തകളിലേക്ക് വിശദമായി. ഗുരുവായൂരിൽ CPIയിൽ പൊട്ടിത്തെറി. CPI നേതാവും നഗരസഭാ മുൻ വൈസ് ചെയർമാനുമായ അഭിലാഷ് വി ചന്ദ്രൻ പാർട്ടി വിട്ടു. CPI മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ KK വത്സരാജനും സഹോദരൻ KK ജ്യോതിരാജിനുമെതിരെ കടുത്ത ആരോപണം ഉന്നയിച്ചാണ് അഭിലാഷ് പാർട്ടി വിട്ടത്. CPI ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി അംഗവും പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമാണ് അഭിലാഷ് വി ചന്ദ്രൻ. 2015 നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ നഗരസഭയിലെ 26ാം വാർഡായ ഇരിങ്ങപ്പുറം സൗത്തിൽ നിന്ന് 469 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അഭിലാഷ് വി ചന്ദ്രൻ വിജയിച്ചത്. തുടർന്ന് ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർമാനായി. വത്സരാജും ജ്യോതിരാജും അധികാരത്തണലിൽ പാർട്ടിയെ ആളുകളിൽ നിന്നും അകറ്റുകയാണെന്നും പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും അഭിലാഷ് രാജിക്കുറിപ്പിൽ ആരോപിച്ചു. കൊണ്ടാഴിയിൽ CPIയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പൊട്ടിത്തെറി. CPI മുതിർന്ന നേതാവും ചേലക്കര CPI മണ്ഡലം കമ്മിറ്റി അംഗവുമായ PR വിശ്വനാഥൻ കൊണ്ടാഴി പഞ്ചായത്തിലെ പാറമേൽപ്പടി 5ാം വാർഡിൽ സ്വതന്ത്രനായി മത്സരിക്കും. AYF നേതാവായ കൃഷ്ണകുമാറിനെതിരെയാണ് വിശ്വനാഥൻ മത്സരിക്കുന്നത്. വിശ്വനാഥനെ ചേലക്കര CPI മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു വിശ്വനാഥൻ. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി CPIയിൽ കലഹം. മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ നിന്നും ലോക്കൽ സെക്രട്ടറി ഇറങ്ങിപ്പോയി. സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിക്കാനായി യോഗത്തിൽ നിന്നും ഏറിയാട് ലോക്കൽ സെക്രട്ടറി ഷാഹിദ് അബ്ദുള്ള ഇറങ്ങിപ്പോവുകയായിരുന്നു. ലോക്കൽ കമ്മിറ്റി നൽകിയ പാനലിൽ നിന്നാണ് മണ്ഡലം കമ്മിറ്റി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ 2 ബ്ലോക്ക് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ മാറ്റണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. അതേസമയം സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതായി ലോക്കൽ കമ്മിറ്റി അംഗം അറിയിച്ചു. യുവ കലാസാഹിതി ഭാരവാഹി കൂടിയായ നിസാർ എറിയാടാണ് പാർട്ടി വിട്ടത്. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുജീഷ കള്ളിയത്ത് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJPയിൽ ചേർന്നു. പാർട്ടി നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജി. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായി മാറുകയാണ് പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക്. പാർട്ടി നേതൃത്വത്തിൽ നിന്നുള്ള അവഗണനയും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം ലഭിക്കാത്തതുമാണ് കൊഴിഞ്ഞുപോക്കിന് കാരണം. കോർപ്പറേഷൻ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുണ്ടായ കൂട്ടരാജിക്ക് പിന്നാലെയാണ് ഇപ്പോൾ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുജീഷ കള്ളിയത്തും പാർട്ടി വിടുന്നത്. BJP ഓഫീസിൽ നടന്ന ചടങ്ങിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനിൽ നിന്ന് സുജീഷ അംഗത്വം സ്വീകരിച്ചു. ഇവരോടൊപ്പം ചേർപ്പിലെ മഹിളാ കോൺഗ്രസ് പ്രവർത്തക ഷാലി ജഗനും BJPയിൽ ചേർന്നു. കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിച്ചു വരികയും 5 വർഷം പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചു വരുന്ന തനിക്ക് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത അവഗണനയാണ് BJPയിൽ ചേരാനിടയാക്കിയതെന്നാണ് സുജിഷ പറയുന്നത്. രാഷ്ട്രീയം തന്നെ വിടാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് BJP പ്രവേശനമെന്നും മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ലെന്നും അവസരം കിട്ടിയാൽ മത്സരിക്കുമെന്നും
സുജിഷ കള്ളിയത്ത് പറയുന്നു. പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി 5 വർഷം പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യത്തോടു കൂടിയിട്ടാണ് പ്രവർത്തന രംഗത്ത് വന്നത്. ഇപ്പോൾ ഈ സമയത്ത് പ്രധാനമന്ത്രിയുടെ നിരവധി വികസന പ്രവർത്തനങ്ങളുമായി നമ്മുടെ സഹോദരന്മാരെ സമീപിക്കുകയുണ്ടായി. അപ്പോൾ ആ വിഷനുകളൊക്കെ കണ്ടപ്പോൾ അത് നമ്മുടെ ഈ സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് അതിലുള്ളത്. അത് തുടർന്നുകൊണ്ട് പോവാൻ, അത് പ്രാവർത്തികമാക്കാൻ അതിൻ്റെ ഒരു ഭാഗമാകണമെന്ന് തോന്നി. ആ ഒരു തോന്നലോട് കൂടിയിട്ടാണ് ഈ മാറ്റം സംഭവിച്ചിട്ടുള്ളത്. രാഷ്ട്രീയം തന്നെ വിടണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇത്തവണ മുതൽ മത്സരത്തിനെ ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് മാറി നിന്നത്. ആ സമയത്താണ് വരദ ആ ഒരു മിഷനുമായിട്ട് നമ്മുടെ സഹോദരന്മാരെത്തിയത്. അപ്പം അത് വായിച്ചപ്പോൾ തോന്നി മാറി നിൽക്കേണ്ട, നമ്മളെ ആർക്കാണ് ആവശ്യം, അല്ലെങ്കിൽ നമ്മുടെ സേവനം ആർക്കാണ് ആവശ്യം, അവർക്കത് നൽകേണ്ടത് നമ്മുടെ ഒരു സമൂഹത്തിലെ ഒരു പൗര എന്ന നിലയിൽ എൻ്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു വീണ്ടും വിചാരത്തിന് മുന്നിട്ടിറങ്ങിയത്. രാജ്യവ്യാപകമായി BJP-യിലേക്ക് കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും ചെറുതും വലുതുമായ ധാരാളം നേതാക്കൾ കടന്നുവരുന്നുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. 1000 കോടി രൂപയുടെ കശുവണ്ടി കോർപ്പറേഷനിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ പരാമർശം നേരിടുന്ന INTUC നേതാവ് R ചന്ദ്രശേഖരനെ സഹായിക്കുന്ന നിലപാടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടേതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. വടൂക്കരയിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ കൗൺസിലർ സദാനന്ദൻ വാഴപ്പള്ളി ആ മേഖലയിൽ സ്വാധീനമുള്ള വ്യക്തിയാണെന്നും 6 മാസം മുൻപ് അദ്ദേഹം പാർട്ടിയിൽ ചേർന്നതാണെന്നും BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. TCV തൃശൂർ. അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാർ 40 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞ് 10 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. എറണാകുളം കലൂരിലുള്ള ഒരു ഹോട്ടലിലെ ജീവനക്കാർ അതിരപ്പള്ളിയിൽ വിനോദയാത്രയ്ക്ക് എത്തിയതായിരുന്നു. പൊന്നാനി സ്വദേശി നേഹയ്ക്കാണ് ഗുരുതര പരിക്കേറ്റത്. ഇവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹാജിഷ, ശ്രീരാഗ്, ആയിഷ, ഷിമ, സഫാൻ, ആൻസിയ, ക്ലാര, മിലി, മുഹമ്മദ് സുൽത്താൻ എന്നിവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരിൽ 8 പേർ ഹോട്ടൽ ജീവനക്കാരാണ്. വിനോദയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടെയായിരുന്നു അപകടം. കാർ പിന്നിലേക്ക് എടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പുഴ തീരത്തുവരെ നിയന്ത്രണം തെറ്റിയ കാർ എത്തി. സംഭവം നടന്നയുടൻ ടൂറിസം പോലീസും അതിരപ്പള്ളിയിലെ വനസംരക്ഷണ സമിതി പ്രവർത്തകരും രക്ഷാപ്രവർത്തനം നടത്തി. വൃശ്ചിക പുലരിയിൽ ദർശന പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. മണ്ഡലകാല ആരംഭ ദിനത്തിൽ തന്നെ ഇതര സംസ്ഥാന തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മകരവിളക്ക് കഴിയുന്നതുവരെ ഗുരുവായൂർ ക്ഷേത്രനഗരി ശരണം വിളികളാൽ മുഖരിതമാകും. എവിടെ നോക്കിയാലും വ്രതം നോറ്റ് കറുപ്പണിഞ്ഞെത്തുന്ന തീർത്ഥാടക കൂട്ടം. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് അധികവും. ക്ഷേത്രത്തിലെ ഉപദേവനായ അയ്യപ്പനു മുന്നിൽ മാലയിടാനും കെട്ടുനിറയ്ക്കാനുമായി തിരക്കേറും. ശബരിമലയിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും തീർത്ഥാടകർ ഗുരുവായൂർ ഇടത്താവളമാക്കും. ശബരിമല തീർത്ഥാടകർക്ക് ദർശനത്തിന് പ്രത്യേക വരി ഒരുക്കിയിട്ടുണ്ട്. മണ്ഡലകാലത്തെ രാവിലെയുള്ള കാഴ്ചശീവേലിക്ക് പ്രത്യേകതകളുണ്ട്. സാധാരണ ദിവസങ്ങളിൽ ഒരാനയും 3 പ്രദക്ഷിണവുമുള്ള കാഴ്ചശീവേലിയിൽ മണ്ഡലകാലം കഴിയുന്നതുവരെ 3 ആനകളും 5 പ്രദക്ഷിണവും ഉണ്ടാകും. ഇടുതുടി, വീരാണം എന്നീ വിശേഷവാദ്യങ്ങളും പ്രത്യേകതയാണ്. ഗുരുവായൂരപ്പന് പഞ്ചഗവ്യം അഭിഷേകമാണ് മണ്ഡലകാലത്തെ മറ്റൊരു സവിശേഷത. 40 ദിവസത്തെ പഞ്ചഗവ്യ അഭിഷേകവും 41 ദിവസത്തെ കളഭാട്ടവും മണ്ഡലകാല ചടങ്ങുകളിൽ അതിപ്രധാനമാണ്. ദിവസവും രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷമാണ് പഞ്ചഗവ്യാഭിഷേകം. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ആദ്യ ദിനത്തിൽ പഞ്ചഗവ്യാഭിഷേകം നിർവഹിച്ചു. വരും ദിവസങ്ങളിൽ പഞ്ചഗവ്യാഭിഷേകവും ഉച്ചപൂജയും ഓദിക്കാന്മാരാണ് നിർവഹിക്കുക. ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്ത പഞ്ചഗവ്യം പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ചെമ്പൈ സംഗീത മണ്ഡപത്തിൽ ഭദ്രദീപം തെളിഞ്ഞു. ഭക്തി നിറവിൽ സംഗീതാർച്ചനയ്ക്ക് തുടക്കമായി. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും പകർന്നെത്തിച്ച ദീപം ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാട് ചെമ്പൈ സംഗീത മണ്ഡപത്തിലെ നിലവിളക്കിൽ തെളിയിച്ചതോടെയാണ് 15 ദിവസം നീളുന്ന സംഗീതാർച്ചനയ്ക്ക് ആരംഭമായത്. ക്ഷേത്രം അടിയന്തര വിഭാഗത്തിലെ നാദസ്വരം തവിൽ കലാകാരന്മാർ മംഗളവാദ്യം മുഴക്കി. ചെമ്പൈ സംഗീതോത്സവ സബ് കമ്മിറ്റി അംഗങ്ങളായ വൈക്കം വേണുഗോപാൽ, തിരുവിഴ ശിവാനന്ദൻ, ഗുരുവായൂർ മണികണ്ഠൻ, ആനയടി പ്രസാദ്, ചെമ്പൈ സുരേഷ് എന്നിവർ വാതാപി എന്ന് തുടങ്ങുന്ന ഗണപതി സ്തുതി ആലപിച്ചു. പ്രൊഫസർ S ഈശ്വരവർമ്മ വയലിനിലും N ഹരി മൃദംഗത്തിലും പക്കമേളമൊരുക്കി. തുടർന്ന് തൃശൂർ അയ്യന്തോൾ സ്വദേശി അദ്രിജ സിബിയുടെ കീർത്തനത്തോടെ സംഗീതാർച്ചന ആരംഭിച്ചു. വ്രതശുദ്ധിയുടെ പുണ്യവുമായി മണ്ഡലകാലത്തിന് തുടക്കമായി. ഇനി ശരണം വിളിയുടെ നാളുകൾ. തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ശബരിമലയിൽ ക്ഷേത്രനട കഴിഞ്ഞ ദിവസം തുറന്നോടെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്.
ഡിസംബർ 27-നാണ് മണ്ഡലപൂജ. മാള വടമ പാമ്പുമ്മേക്കാട്ട് മനയിൽ വൃശ്ചികം 1 ദർശനത്തിനായി ആയിരങ്ങളെത്തി. രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. മനയിലെ വിശേഷാൽ പൂജകളും 100 പാലും സമർപ്പണവും അനുഷ്ഠാന ശുദ്ധിയോടെ നടന്നു. കാവുകളും വൻ വൃക്ഷങ്ങളും നിറഞ്ഞ മനയിലെ ആചാരമനുസരിച്ച് ചിങ്ങം, മിഥുനം, കർക്കടകം ഒഴികെയുള്ള മലയാള മാസങ്ങളിലെ 1-ാം തീയതിയും എല്ലാ വിഭാഗം ആളുകൾക്കും ദർശനം അനുവദിക്കുന്നുണ്ട്. കൂടാതെ കന്നിമാസത്തിലെ ആയില്യം, മീനമാസത്തിലെ തിരുവോണം മുതൽ ഭരണി വരെയുള്ള ദിവസങ്ങൾ, കർക്കടക മാസത്തിലെ അവസാന ദിവസം, മേടമാസം 10-ാം തീയതി എന്നീ ദിവസങ്ങളിലാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും കിഴക്കിനിയിൽ ദർശനത്തിന് അനുവദിക്കുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത്, തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വീണ്ടും വാർത്തകളിലേക്ക്. ഗുരുവായൂരിലെത്തുന്ന ശബരിമല തീർത്ഥാടകർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലത്ത് വിരിക്കുന്നതിനുള്ള പായകൾ വഴിപാടായി സമർപ്പിച്ചു. അഖില ഭാരത ശ്രീ ഗുരുവായൂരപ്പ ഭക്തസമിതിയാണ് വഴിപാട് സമർപ്പണം നടത്തിയത്. ഭക്തസമിതി ഭാരവാഹികളായ സജീവൻ നമ്പിയത്ത്, VS സുനീവ് എന്നിവരിൽ നിന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ എന്നിവർ ചേർന്ന് പായകൾ ഏറ്റുവാങ്ങി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിവേദ്യ പ്രസാദങ്ങൾ നൽകുന്നതിന് പ്ലാസ്റ്റിക് ബോട്ടിലുകൾക്ക് പകരം പേപ്പർ കോമ്പസിറ്റ് കാനുകൾ ഏർപ്പെടുത്തി. ഇതിനുള്ള ഉപകരണ സംവിധാനത്തിന്റെ പ്രവർത്തനോദ്ഘാടനം ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നിർവഹിച്ചു. അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ദേവസ്വം ഭരണസമിതി അംഗം KP വിശ്വനാഥൻ, ക്ഷേത്രം DA പ്രമോദ് കളരിക്കൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 36ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ ചൊവ്വാഴ്ച തുടക്കമാകും. 8500-ലധികം വിദ്യാർത്ഥികൾ കലോത്സവത്തിന്റെ ഭാഗമാകും. 4 നാൾ നീണ്ടു നിൽക്കുന്ന കലോത്സവം 22 വേദികളിലായാണ് നടക്കുന്നത്. കലോത്സവത്തിന് മുന്നോടിയായി സ്വർണ്ണക്കപ്പ് വഹിച്ചുള്ള ഘോഷയാത്ര നടന്നു. കലോത്സവത്തിലെ പ്രധാന ഇനങ്ങൾ TCV സമഗ്രമായി പ്രേക്ഷകരിലെത്തിക്കും. 36ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ഇരിങ്ങാലക്കുടയിലെത്തി. സ്നേഹപൂർവ്വം ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന 117 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പാണ് വിജയികൾക്ക് സമ്മാനിക്കുക. TN പ്രതാപൻ കൊടുങ്ങല്ലൂർ MLA ആയിരുന്ന കാലത്താണ് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് ഏർപ്പെടുത്തിയത്. ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് സ്കൂളിൽ നിന്നും ഘോഷയാത്രയായി സ്വർണ്ണക്കപ്പ് പ്രധാന വേദിയായ ടൗൺ ഹാളിൽ എത്തിച്ചു. സംവിധായകൻ പ്രേംലാൽ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. 1ാം സ്ഥാനക്കാർക്കായി ഒരുക്കിയിട്ടുള്ള കടന്നു വരുന്നത് കലോത്സവത്തിന്റെ വിളംബര ജാഥയാണ്. ഇരിങ്ങാലക്കുടയെ പുളകമണിയിച്ചുകൊണ്ട് ഈ വഴിത്താരയെ ധരിക്കുക, അനുഗമിക്കുക. നാടും 1ാം സ്ഥാനക്കാർക്കുള്ള തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ മുപ്പത്തിയാറാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പാലുകാച്ചൽ ചടങ്ങ് നടന്നു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് PK ഭരതനാണ് അടുപ്പിൽ തീ പകർന്നത്. 4 ഉപജില്ലകളിൽ നിന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും സമാഹരിച്ച പച്ചക്കറികൾ കൊണ്ടാണ് കലവറ നിറച്ചത്. ടൗൺ ഹാളിന് സമീപമുള്ള ഗായത്രി ഹാളിലാണ് ഭക്ഷണം ഒരുക്കുന്നത്. അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷൻ റോഡിൽ കാട്ടാനക്കൂട്ടത്തിന് സമീപം KSRTC ബസ് കേടായി കിടന്നത് പരിഭ്രാന്തി പരത്തി. തീറ്റ എടുത്തുകൊണ്ടിരുന്ന ആനകൾ പ്രകോപനമൊന്നും ഉണ്ടാക്കിയില്ല. യാത്രക്കാരായ 12ഓളം പേർ അതുവഴി വന്ന ഇരുചക്ര വാഹനങ്ങളിലും നടന്നുമായി സംഭവസ്ഥലത്ത് നിന്നും പോയി. പ്ലാന്റേഷൻ വഞ്ചിക്കടവ് ഭാഗത്ത് തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം.
പ്ലാന്റേഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്ന് ചാലക്കുടിയിലേക്ക് പോയ ബസ്സാണ് ബ്രേക്ക് ഡൗൺ ആയത്. ഏകദേശം 30 മീറ്റർ അകലെയാണ് ആനകൾ നിന്നത്. സ്ഥിരമായി ആനകൾ സഞ്ചരിക്കുന്ന ഭാഗമായതിനാൽ ആളുകൾക്ക് വലിയ ഭയപ്പാടുണ്ടായില്ല. പിന്നീട് ചാലക്കുടിയിൽ നിന്നും മറ്റൊരു ബസ് എത്തി കേടായി കിടന്ന ബസിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി. ചാലക്കുടിയിൽ 9 കിലോ കഞ്ചാവുമായി 2 വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ പിടിയിൽ. നൂർ സലീം, ഹിൽട്ടൺ സിംഗ് എന്നിവരാണ് പിടിയിലായത്. തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിലായ പ്രതികളെ ചാലക്കുടി പോലീസിന് കൈമാറി. മാള വൈന്തലയിൽ നടന്നുപോയ അങ്കണവാടി അധ്യാപികയുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ് മാല കവർന്നു. വെണ്ണൂർ പ്രതിഭാ സെന്റർ സ്വദേശി നെല്ലിശ്ശേരി വീട്ടിൽ മോളി ജോർജിന്റെ 3 പവന്റെ മാലയാണ് ബൈക്കിലെത്തിയ യുവാവ് പൊട്ടിച്ചത്. അങ്കണവാടിയിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെയായിരുന്നു സംഭവം. വിശ്വമാനവികതയുടെ മൂർത്തരൂപമാണ് സത്യസായി ബാബയുടെ സേവന മാതൃകയെന്ന് കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അഭിപ്രായപ്പെട്ടു. സത്യസായി ബാബയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഗുരുവായൂർ സായി മന്ദിരത്തിൽ നടന്ന നൃത്തോത്സവത്തിന്റെ സമാപന സമ്മേളന സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, സന്തോഷ് ദേശമംഗലം, അരുൺ സി നമ്പ്യാർ, സബിത രഞ്ജിത്ത്, മീര കലാക്ഷേത്ര, രേണുക ശങ്കർ എന്നിവർ സംസാരിച്ചു. സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നൃത്തോത്സവത്തിൽ 200ഓളം പേർ പങ്കെടുത്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ പ്രചരണോദ്ഘാടനവും സ്വാഗത സംഘം രൂപീകരണവും ആറങ്ങാടി ഇർഷാദുൽ അനാം മദ്രസയിൽ നടന്നു. മുഹമ്മദ് റാഷിദ് ബാക്കവി ഉദ്ഘാടനം ചെയ്തു. AV മുഹമ്മദ് മോൻ സാഹിബ് അധ്യക്ഷത വഹിച്ചു. മൂസ ഫൈസി, ജലാലുദ്ദീൻ ബിൻ ഹാമിദ് കോയമ്മ തങ്ങൾ, RK ഇസ്മായിൽ സാഹിബ്, IM റിയാസ് ഫൈസി, VK മുഹമ്മദ് ഫൈസി എന്നിവർ സംസാരിച്ചു. മരത്തങ്കോട് ചലച്ചിത്ര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം മത്സരത്തിൽ വിജയികൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കുന്നംകുളം പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങ് ഗിന്നസ് സത്താർ ആദൂർ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം അധ്യക്ഷനായി. സിനിമാ സംവിധായകനായ പ്രകാശൻ കുഞ്ഞൻ മൂരായിൽ, ഉമർ മുഹമ്മദ്, റഷീദ് എരുമപ്പെട്ടി, കലാസംവിധായകൻ ഷബീർ അലി തുടങ്ങിയവർ സംസാരിച്ചു. പ്രദീപ് നാരായണൻ സംവിധാനം ചെയ്ത പഴുതാര മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരവും മികച്ച സംവിധായകനുള്ള പുരസ്കാരവും പ്രദീപ് നാരായണനും, ചൂട്ടുകളിയിൽ അഭിനയത്തിന് രാമനാഥൻ മികച്ച നടനുള്ള പുരസ്കാരവും കരസ്ഥമാക്കി. റഷീദ് എരുമപ്പെട്ടി രചനയും സംവിധാനവും നിർവഹിച്ച മകൾ എന്ന സിനിമയിലെ അഭിനയത്തിന് ഷിഫ്ന ഷെറിൻ മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായി. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരം റഷീദ് എരുമപ്പെട്ടിക്ക് ലഭിച്ചു. ഗായകനും സംഗീത സംവിധായകനുമായ നിഖിൽ പ്രഭ, സിനിമാ സംവിധായകനും ക്യാമറാമാനുമായ സാജൻ ആന്റണി, പശ്ചാത്തല സംഗീത സംവിധായകൻ ശ്രീനി പെരുമ്പിലാവ്, നാടക സിനിമാ പ്രവർത്തകൻ ബാബു വൈലത്തൂർ, എഡിറ്റർ ജസ്റ്റിൻ എന്നിവരും പുരസ്കാരങ്ങൾക്ക് അർഹരായി. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി തദ്ദേശപ്പോര്. ഇരിങ്ങാലക്കുട നഗരസഭയിലെയും നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലെയും സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചു. യുവത്വത്തിന് പ്രാധാന്യം നൽകിയാണ് ഇരിങ്ങാലക്കുട നഗരസഭയിലെ സ്ഥാനാർത്ഥികളെ LDF പ്രഖ്യാപിച്ചത്. നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ LDF ഭരണ തുടർച്ച നേടുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 25 വർഷമായി ഭരണം തുടരുന്ന UDFൽ നിന്ന് ഇരിങ്ങാലക്കുട നഗരസഭാ ഭരണം പിടിച്ചെടുക്കുമെന്നും LDF നേതാക്കൾ പറഞ്ഞു. ഇരിങ്ങാലക്കുട നഗരത്തിലെ ബൈപ്പാസ് റോഡ് നവീകരിക്കാൻ സ്ഥലം MLA കൂടിയായ മന്ത്രി R. ബിന്ദു കോടികൾ അനുവദിച്ചിട്ടും റോഡ് നവീകരിക്കുന്നതിൽ UDF ഭരണസമിതി അവഗണന കാട്ടിയെന്ന് നേതാക്കൾ പറഞ്ഞു. കേന്ദ്രമന്ത്രി കൂടിയായ സ്ഥലം MP ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തെ അവഗണിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. LDF നേതാക്കളായ ഉല്ലാസ് കളക്കാട്ട്, P. മണി, VA മനോജ് കുമാർ, TK വർഗീസ്, ഉദയപ്രകാശ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാവർട്ടി പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. പഞ്ചായത്ത് സെക്രട്ടറി S. ശ്രീകുമാറിനാണ് പത്രിക നൽകിയത്. എടത്തുരുത്തി പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രകടനമായെത്തിയാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചത്. നേതാക്കളായ VK ജ്യോതിപ്രകാശ്, AV സതീഷ്, ഷീന വിശ്വൻ, മഞ്ജുള അരുണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
പെരിഞ്ഞനം പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രകടനമായെത്തി അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. LDF നേതാക്കളായ PA സുധീർ, അഡ്വക്കേറ്റ് ശ്രേയസ് ചെരിയനത്ത്, TP രഘുനാഥ്, CK ഗിരിജ തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. S ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. ത്രിതല പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് സമ്മേളനത്തിൽ സ്വീകരണം നൽകി. CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, മുൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കൊടുമ്പിൽ മുരളി, സുമന സുഗതൻ എന്നിവരാണ് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പ്രമുഖർ. പ്രേംരാജ് ചുണ്ടലാത്ത്, MS സിദ്ധൻ, TK മനോജ് കുമാർ, PC അബാൽമണി തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മങ്ങാട് CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ LDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ MS സിദ്ധൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. ആകെയുള്ള 19 വാർഡുകളിൽ 15 സീറ്റിൽ CPM-ഉം CPI 3-ഉം കേരള കോൺഗ്രസ് M 1 സീറ്റിലും മത്സരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. LDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവീനർ MS സിദ്ധൻ, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ S ബസന്തലാൽ, KM അഷ്റഫ്, CPM വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TK മനോജ് കുമാർ, കേരള കോൺഗ്രസ് M മണ്ഡലം പ്രസിഡന്റ് സിജോ ചുങ്കത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 17 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്ന് സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും കൂട്ടമായി എത്തിയാണ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ ചുമതല വഹിക്കുന്ന കൊടകര പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു G നായർക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായ CM ബബീഷ്, CD സിബി, അഭിലാഷ്, K സുനിൽകുമാർ, AR രാജേശ്വരി, ലിജോ കളത്തിങ്കൽ, ഷീജ ബാലചന്ദ്രൻ, നീമ ഡേവിസ്, അനിലൻ തടത്തിൽ, എമിൽ ഡേവിസ്, MK ജോർജ്, KK രഞ്ജു, ആനി വിൽസൺ, സ്മിത മനോജ്, അഡ്വക്കേറ്റ് നായൽ പ്രസാദ്, KK സുരേഷ്, റോസ്ലി പാപ്പച്ചൻ എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇരിങ്ങാലക്കുട നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടികയെ 43 വാർഡുകളുള്ള ഇരിങ്ങാലക്കുട നഗരസഭയിൽ 41 വാർഡുകളിൽ കോൺഗ്രസ് മത്സരിക്കും. 2 വാർഡുകളിൽ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികളും മത്സരിക്കും. നഗരസഭയിലെ UDFൽ നിന്ന് മത്സരിക്കുന്ന 41 കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക KPCC മുൻ സെക്രട്ടറി MP ജാക്സൺ പ്രഖ്യാപിച്ചു. MP ജാക്സന്റെ നേതൃത്വത്തിലാണ് ഇരിങ്ങാലക്കുടയിൽ UDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നിലവിലുള്ള ഭരണസമിതിയിലെ 6 കൗൺസിലർമാരും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 25 വർഷം തുടർച്ചയായി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF ആണ് നഗരസഭ ഭരിക്കുന്നത്. KPCC സെക്രട്ടറി സോണിയാഗിരി, DCC വൈസ് പ്രസിഡന്റ് MS അനിൽകുമാർ, DCC സെക്രട്ടറിമാരായ ആൻഡോ പെരുമ്പിള്ളി, സതീഷ് വിമലൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഭാരതപ്പുഴയിൽ നിന്നും അനധികൃതമായി കടത്താൻ ശ്രമിച്ച പുഴമണലുമായി 2 പേരെ ചെറുതുരുത്തി പോലീസ് പിടികൂടി. ദേശമംഗലം മനപ്പടിയിൽ രാത്രികാല പട്രോളിംഗിനിടെ ചെറുതുരുത്തി പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് 60ഓളം ചാക്ക് പുഴമണൽ കടത്താൻ ശ്രമിച്ച ദേശമംഗലം പള്ളം സ്വദേശികളായ സതീഷ്, ജിഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെറുതുരുത്തി സബ് ഇൻസ്പെക്ടർ CM ജലാലുദ്ദീൻ നേതൃത്വത്തിലുള്ള സംഘമാണ് മണൽ പിടികൂടിയത്. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശബരിമലയ്ക്ക് വ്രതമെടുത്ത് കറുപ്പ് വസ്ത്രം ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയതായി പരാതി. സയൻസ് ഗ്രൂപ്പിലെ 2 വിദ്യാർത്ഥികളെയാണ് ക്ലാസ് ടീച്ചറും സ്റ്റാഫ് സെക്രട്ടറിയും ചേർന്ന് ക്ലാസ്സിൽ നിന്ന് ഇറക്കിവിട്ടത്. യൂണിഫോം ധരിക്കാതെ ക്ലാസ്സിലിരുത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു വനിതകളായ ടീച്ചറും സ്റ്റാഫ് സെക്രട്ടറിയും കുട്ടികളെ പുറത്താക്കിയത്. ക്ലാസ് തുടങ്ങിയ ശേഷമായിരുന്നു ടീച്ചറുടെ നടപടി. യൂണിഫോം ധരിച്ചു വരാൻ പറഞ്ഞ് പുറത്താക്കിയ കുട്ടികൾ ബാഗ് എടുക്കാതെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് കുട്ടികൾ വീട്ടിലെത്തി രക്ഷിതാക്കളോട് വിവരം പറയുകയായിരുന്നു. സംഭവം പുറത്തറിഞ്ഞതോടെ BJP, കോൺഗ്രസ്, CPM നേതാക്കളും നാട്ടുകാരും പ്രതിഷേധവുമായി സ്കൂളിലെത്തി. പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ തർക്കത്തിലേക്ക് നീങ്ങിയതോടെ പുതുക്കാട് SHO ആദം ഖാന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തെത്തി. തുടർന്ന് സ്കൂൾ അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ കുട്ടികളെ കറുപ്പ് വസ്ത്രം ധരിച്ച് ക്ലാസ്സിലിരുത്തി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. പെരുവല്ലൂർ ശ്രീകോട്ട വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ മണ്ഡലകാലത്ത് നടത്തിവരുന്ന കളമെഴുത്ത് പാട്ടിന് ആരംഭമായി. പ്രാരംഭ ചടങ്ങുകളായ നവകം, പഞ്ചഗവ്യം, കലശം എന്നിവയ്ക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കാർമ്മികരായി. വിശേഷാൽ പൂജകൾക്ക് ശേഷം പവിത്രമായ കുറിയിടൽ ചടങ്ങ് നടന്നു. വേട്ടയ്ക്കൊരു മകന്റെ രൂപം കളമെഴുത്ത് കലാകാരൻ കല്ലാറ്റ് ആറ്റൂർ കൃഷ്ണദാസ് വരച്ചു. ഭക്തന്മാരുടെ വഴിപാടായാണ് ക്ഷേത്രത്തിൽ കളമെഴുത്ത് പാട്ട് നടക്കുന്നത്. കളംപാട്ടിന് ഗുരുവായൂർ വിനോദ് നായർ കോമരമായി. പറമ്പൻതളി വിജേഷ് മാരാർ മേളത്തിന് നേതൃത്വം നൽകി. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി നാരായണൻ നമ്പൂതിരി കാർമ്മികരായി. കാർ വിൽക്കാനെത്തിയ യുവാവിനെ കബളിപ്പിച്ച് വാഹനം കൈക്കലാക്കിയ ശേഷം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് പണം കവർന്ന സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. മണലാടി സ്വദേശി അബ്ദുൾ ഷംനാദിനെയാണ് ഒരു സംഘം ആക്രമിച്ചത്. ഷംനാദ് കൈവശം വെച്ചിരുന്ന കാർ വാങ്ങാമെന്ന് പറഞ്ഞ് വെട്ടിക്കാട്ടിയിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. കോലഴി ഗ്രാമീണ വായനശാല പ്രവർത്തകനായിരുന്ന കെ മുരളീധരനെ അനുസ്മരിച്ചു. വർത്തമാന കേരളത്തിലെ തീവ്ര വലതുപക്ഷവൽക്കരണം എന്ന വിഷയത്തിൽ CPM ML നേതാവ് PC ഉണ്ണിച്ചക്കൻ സ്മാരക പ്രഭാഷണം നടത്തി. രാമചന്ദ്രൻ കോലഴി കെ മുരളീധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, വായനശാല പ്രസിഡന്റ് AP ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. C ബാലചന്ദ്രൻ, PK വിജയൻ, അനിൽകുമാർ കോഴലി, ഹെർബർട്ട് ആന്റണി, KS രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ പോയി മസ്റ്ററിംഗ് ചെയ്തു കൊടുക്കാനുണ്ടെന്ന് അളഗപ്പനഗർ പഞ്ചായത്ത് സെക്രട്ടറി മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു. കിടപ്പ് രോഗികളുടെ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പരാതിയിൽ കമ്മീഷൻ അംഗം V ഗീത രജിസ്റ്റർ ചെയ്ത കേസിലാണ് അളഗപ്പനഗർ പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ട് ഹാജരായി റിപ്പോർട്ട് സമർപ്പിച്ചത്. അളഗപ്പനഗറിലുള്ള 2 അക്ഷയ കേന്ദ്രങ്ങൾ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് സെക്രട്ടറി അറിയിച്ചു. മസ്റ്ററിംഗിന് വേണ്ടി വാർഡുകളിൽ ക്യാമ്പുകൾ നടത്താറുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. ഓൾ കേരള നിയമസഹായ വേദി പ്രസിഡന്റ് മുരുകൻ വെട്ടിയാട്ടിൽ സമർപ്പിച്ച പരാതിയിലാണ് നടപടി. ഗുരുവായൂർ കോട്ടപ്പടിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കിണറിൽ നിന്ന് അണലിയെ പിടികൂടി. കപ്പിയൂർ ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കിണറിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. തൊഴിലാളികൾ പാമ്പിനെ കണ്ടതിനെ തുടർന്ന് ക്ഷേത്ര ഭാരവാഹികളെ വിവരം അറിയിക്കുകയായിരുന്നു. ഇവരുടെ നിർദ്ദേശപ്രകാരം സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ എത്തി പാമ്പിനെ പിടികൂടി വനംവകുപ്പിന് കൈമാറി. കേരള ശാസ്ത്ര സാങ്കേതിക കൗൺസിൽ, തൃശൂർ ജില്ലാ ദേശീയ ഹരിതസേന എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പരിസ്ഥിതി വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ത്രിദിന പ്രകൃതി പഠന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചാവക്കാട് ശിക്ഷക് സദനിൽ നടന്ന ക്യാമ്പിൽ ജില്ലയിലെ 35ഓളം സ്കൂളുകളിൽ നിന്നായി 60 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഡോക്ടർ CL ജോഷി, ഡോക്ടർ ജെയിൻ J തേറാട്ടിൽ, PP ശ്രീനിവാസൻ, MV ഷക്കീൽ, പാർവതി നമ്പലാട്ട് എന്നിവർ വിവിധ സെഷനുകൾ നയിച്ചു. 50 വയസ്സ് കഴിഞ്ഞവരുടെ ക്ഷേമത്തിനായി മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഖ്യാൽ കമ്മ്യൂണിറ്റി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച അഭിനയ മത്സരത്തിൽ മുളങ്ങുന്നത്താവ് സ്വദേശിനി ഷീലാമണി 1ാം സ്ഥാനം കരസ്ഥമാക്കി. 1 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. മുംബൈയിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം സോനാലി സച്ദേവ് പുരസ്കാരം സമ്മാനിച്ചു. കിണറ്റിൽ വീണ പശുവിനെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. ഗുരുവായൂർ പിള്ളക്കാട് പൊലിയത്ത് സുബ്രഹ്മണ്യന്റെ പശുവിനെയാണ് രക്ഷപ്പെടുത്തിയത്. പുല്ലുമയൻ വിട്ട പശുവാണ് ആൾമറയില്ലാത്ത കിണറ്റിൽ വീണത്. ഫയർഫോഴ്സ് എത്തി തൊട്ടടുത്ത തോട്ടിൽ നിന്ന് കിണറ്റിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കയർ ഉപയോഗിച്ച് പുറത്തേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,455 രൂപ, പവന് 91,640 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി.
പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ഗുരുവായൂർ നഗരസഭ മുൻ വൈസ് ചെയർമാൻ അഭിലാഷ് വി ചന്ദ്രൻ CPIയിൽ നിന്ന് രാജിവെച്ചു. കൊണ്ടാഴിയിൽ CPIയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പൊട്ടിത്തെറി. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുജീഷ കള്ളിയത്ത് BJPയിൽ ചേർന്നു. പാർട്ടി നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് സുജീഷ. അതിരപ്പള്ളിയിൽ കാർ കൊക്കിയിലേക്ക് മറിഞ്ഞു. ഒരു കുട്ടി ഉൾപ്പെടെ 10 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. വ്രതശുദ്ധിയുടെ പുണ്യവുമായി മണ്ഡലകാലത്തിന് തുടക്കമായി. വൃശ്ചിക പുലരിയിൽ ദർശന പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആയിരങ്ങൾ. 36ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ ചൊവ്വാഴ്ച തുടക്കമാകും. 4 നാൾ നീണ്ടു നിൽക്കുന്ന കലോത്സവം TCV സമഗ്രമായി പ്രേക്ഷകരിലെത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.